അപ്പോൾ നമ്മൾ പേജ് നമ്പർ 59 എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കംസെന്റർ, ഓർത്തോസെന്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. ഏത് സമഭുജ ത്രികോണത്തിന്റെയും പരിവൃത്ത കേന്ദ്രം, ലംബകേന്ദ്രം, മധ്യമ കേന്ദ്രം ഇവയെല്ലാം ഒരേ ബിന്ദുവാണെന്ന് തെളിയിക്കുക. അപ്പൊ നമ്മ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ 3 സെന്റേഴ്സിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ. മധ്യമ കേന്ദ്രവും പരിവൃത്ത കേന്ദ്രവും ലംബകേന്ദ്രവും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളില് ഈ 3 സെന്റേഴ്സും കോയിൻസൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ 3 സെന്റേഴ്സും ഒരേ പോയിന്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി എടുക്കണമെങ്കിൽ നമുക്കറിയാം ഇതിലെ 3 സൈഡ്സ് എ ബിയും ബി സിയും എ സിയും ഈക്വൽ ആണ് അല്ലെ. അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി ആണെന്ന് നമുക്ക് അറിയാം. അത് കൂടാതെ ഈ 3 ആംഗിൾസും എന്താണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ്. അത് എത്രയാണ്? 60 ഡിഗ്രി വീതമാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളില് ഒരു വേർട്ടെക്സിന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈന് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സർക്കം സെന്റർ, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സർക്കം സെന്ററും സെൻട്രോയിഡ്, ഓർത്തോ സെന്റർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എന്തൊക്കെയാവണം? ഓൾട്ടിറ്റ്യൂഡ് ആവണം, മീഡിയൻ ആവണം, പിന്നെന്താവണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവണം. അപ്പൊ ഈ ലൈൻസ് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ മീറ്റ് ചെയ്യുന്ന വേർട്ടെക്സിൽ നിന്ന് വരക്കുന്ന 3 ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് സർക്കം സെന്ററും സെൻട്രോയിഡും ഓർത്തോ സെന്ററും ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓൾട്ടിറ്റ്യൂഡും മീഡിയനും പെർപെൻഡിക്കുലർ ബൈസെക്ടറും എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ലൈൻ ആണ് അല്ലെ. ബി സി എന്ന് പറഞ്ഞ സൈഡിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ലൈൻ ആണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതായത് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന പോയിന്റ്, ഒരു ലൈൻ വരക്കുമ്പോൾ ബി സിയിൽ ഉണ്ടാക്കുന്ന പോയിന്റ് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ. അതായത് ബി, ഇവിടെ നമ്മൾ ഡി എന്ന് പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും? മീഡിയൻ ആണെങ്കിൽ ബി ഡി ഈക്വൽ ടു എന്തായിരിക്കും? സി ഡി ആയിരിക്കും ഈ ലൈന് മീഡിയൻ ആണെങ്കിൽ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവണം. മീഡിയൻ ആണെങ്കിൽ എന്തായിരിക്കണം? ഈ 2 ലൈൻസ്, ഈ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഡി മിഡ് പോയിന്റ് ആയിരിക്കണം. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഈ ലൈൻ വരക്കുമ്പോൾ പെർപെൻഡിക്കുലറും ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. പിന്നെ എന്താണ്? ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ്. അതായത് ഇതിന്റെ രണ്ടിന്റെയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പറയാം ഈ ലൈൻ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് നമുക്ക് പറയാം. അതായത് 90 ഡിഗ്രി ഉണ്ടാക്കണം, 2 സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അതായത് ഡി മിഡ് പോയിന്റ് ആയാലും മാത്രമേ എന്താവുള്ളൂ? അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുള്ളൂ. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ, ഈ ഒറ്റ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ 2 ട്രയാങ്കിൾസ് ആക്കാം. അതായത് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി ഡിയും. അപ്പൊ ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന്, സിമിലർ ആണെന്ന്, സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്കിതെല്ലാം എന്താന്ന് പറയാം? ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. അപ്പൊ ആദ്യം ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? ട്രയാങ്കിൾ എ ബി ഡിയിലെ, ഫോർ കൺസിഡറിങ് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി ഡിയും എടുക്കുമ്പോൾ നമുക്കറിയാം ഈ സൈഡ്സിലെ എ ബി, ട്രയാങ്കിൾ എ ബി ഡിയിലെ സൈഡാണ് എ ബി എന്ന് പറയണത്. ട്രയാങ്കിൾ എ സി ഡിയിലെ സൈഡാണ് എന്ത്? എ സി എന്ന് പറയണത്. അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആ ട്രയാങ്കിളിലെ ഓരോ സൈഡ്സ് എന്തായി?
ഈക്വലായി. ഇനി അടുത്തത് വേറെ ഏതൊക്കെയാണ് ഈ രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആയിട്ടുള്ളത്? അതായത് ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ ഡി എന്ന് പറയുന്നത്. ആ സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എ ഡി ഈക്വൽ ടു എ ഡി. ഈ എ ഡി എന്ന് പറയുന്ന സൈഡ് ട്രയാങ്കിൾ എ ബി ഡിയിലുള്ള സൈഡാണ്. ഈ എ ഡി എന്ന് പറയുന്ന സൈഡ് ട്രയാങ്കിൾ എ സി ഡിയിലുള്ള സൈഡാണ്. അതായത് കോമൺ സൈഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് പറയാം എ ഡി ഈക്വൽ ടു എ ഡി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് കൂടാതെ ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ് അല്ലെ? ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾസിലെ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈഡ്, ആംഗിൾ, സൈഡ്, മൂന്ന് കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി ഡിയും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. സിമിലർ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഈ ട്രയാങ്കിളിലെ രണ്ട് ട്രയാങ്കിളിലെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓൾട്ടിറ്റ്യൂഡും മീഡിയനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് സർവ്വസമ ത്രികോണം, കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ സർവ്വസമമായിട്ടുള്ള ത്രികോണമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് ഈ ലൈൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഓരോ സൈഡാണ് എന്ത്? ബി ഡിയും സി ഡിയും. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ബി ഡിയും സി ഡിയും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ബി ഡി ഈക്വൽ ടു സി ഡി. അപ്പൊ ബി ഡി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ ഈ ലൈൻ എന്താണ്? മീഡിയൻ ആണ്. ഓക്കെ, രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് സൈഡും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. അതായത് എന്താണ്? ഈ ലൈന് മീഡിയൻ ആണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾട്ടിറ്റ്യൂഡും മീഡിയനും ആണെങ്കിൽ അത് ഓൾറെഡി എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ രണ്ട് ആംഗിൾസ് എടുക്കാം. അതായത് നമുക്കറിയാം ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ അതായത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാംഗിൾസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി. കാരണം എന്താണ്? ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അത് കൂടാതെ നമുക്കറിയാം ഇതെന്താണിത്? ഒരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീനിയർ പെയറിലെ രണ്ട് ആംഗിൾസും തമ്മിൽ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് പ്ലസ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. കൂടാതെ ഈ രണ്ട് ആംഗിൾസ് ഈക്വലും ആണ്. അതിനർത്ഥം എന്താണ്? ഈ രണ്ട് ആംഗിൾസും എന്താണ്? 90 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾസ് 90 ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ഇതെന്താണിത്? ഇതൊരു ഓൾട്ടിറ്റ്യൂഡും ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഈ ലൈൻ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡും ആണ് മീഡിയനും ആണ്. ഓൾട്ടിറ്റ്യൂഡും മീഡിയനും ആണെങ്കിൽ ഇത് ഓൾറെഡി എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആണ്. ഓക്കെ, അപ്പൊ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളില് എന്ന് വരച്ചേക്കണം, ബി സിയിലോട്ട് വരച്ചേക്കുന്ന ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡും മീഡിയനും പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ സെയിം നമ്മൾ ബിന്ന് എ സിയിലോട്ട് ഒരു ലൈൻ വരച്ചാലും അതെന്തായിരിക്കും? സെയിം ഇതുപോലെ എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡും മീഡിയനും പെർപെൻഡിക്കുലർ ബൈസെക്ടറും തന്നെ ആയിരിക്കും. അതുപോലെ സിന്നും നമ്മൾ എന്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചാല് എ ബിയിലോട്ട് വരച്ചാല്
അതും എന്തായിരിക്കും? ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ ആയിരിക്കും. അതുകൊണ്ട് ഈ 3 കണ്ടീഷൻസ് ഉള്ള ഈ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താവും? സർക്കിൾ സെന്ററും സെൻട്രോയിഡും ഓർത്തോ സെന്ററും ആവും എന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിൽ. ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. In the picture below, the medians of the triangle divided into 6 small triangles prove that all the 6 angles have same area. ചിത്രത്തിലെ ത്രികോണത്തെ നടുവരകൾ 6 ചെറു ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിലെ 3 വേർട്ടിസസ് ചെയ്യുന്നു എന്ത് വരച്ചിട്ടുണ്ട്? മീഡിയൻ വരച്ചിട്ടുണ്ട്. മീഡിയൻ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതെന്താണ്? സെൻട്രോയിഡ് ആണ്. അത് കൂടാതെ ഓരോ മീഡിയനും എന്താ, നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ABC എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ O കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ P കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ P എന്ന് പറഞ്ഞ പോയിന്റ് BCയുടെ മിഡ് പോയിന്റ് ആണ്. മീഡിയം വരച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് മിഡ് പോയിന്റ് കിട്ടും അല്ലെ? അതായത് BCയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേണ് എന്ത്? P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് BP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ QR എന്ന് കൊടുക്കാം. ഇവിടെ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? AC-യുടെ മിഡ് പോയിന്റ് ആണ്. അതായത് AQവും CQവും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB-യുടെ മിഡ് പോയിന്റ് ആണ്. ARഉം BRഉം എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ മീഡിയൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 ട്രയാങ്കിൾസ്, ചെറിയ ചെറിയ ട്രയാങ്കിൾസ് കിട്ടും. ഈ ട്രയാങ്കിൾസ് എല്ലാത്തിന്റെയും ഏരിയ ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പരപ്പളവ് സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിൽ ഓരോ ട്രയാങ്കിൾസും എടുക്കാം. ഓരോ ചെറിയ ട്രയാങ്കിൾസിന്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 2 ട്രയാങ്കിൾസ് വീതം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും എടുക്കാം. ട്രയാങ്കിൾ BOPയും ട്രയാങ്കിൾ COPയും എടുക്കാം. ഈ 2 ട്രയാങ്കിൾസ് എടുക്കാം. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് BH ആണ് ഇക്വേഷൻ അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഈ ട്രയാങ്കിൾ BOPയില് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് ഏതാണ്? ഹാഫ് ഇൻറ്റു BP ഇൻറ്റു ഹൈറ്റ് ഏതാണ്? BOPയിലെ ഹൈറ്റ് OP ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് OP ആണ്. ഓക്കെ. ഇനി ട്രയാങ്കിൾ COPയിലോ? ട്രയാങ്കിൾ COPയില് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? CP ആണ്. CP ഇൻറ്റു ഹൈറ്റ് ഏതാണ്? OP ആണ്. ഓക്കെ. അപ്പൊ ഈ 2 ട്രയാങ്കിളിലും വ്യത്യാസം ഏതാണ്? ഈ BPയും CPയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ് OPയും. അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ P മിഡ് പോയിന്റ് ആയതുകൊണ്ടിട്ട് BPയും CPയും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? BP ഈക്വൽ ടു CP ആണ് അല്ലെ? അതായത് ട്രയാങ്കിൾ BOPന്റെ ഏരിയയും ട്രയാങ്കിൾ COPന്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് അടുത്ത 2 ട്രയാങ്കിൾസ് എടുക്കാം. ഈ 2 ട്രയാങ്കിൾസ് എടുക്കാം. ആ ട്രയാങ്കിളിലും നമുക്കറിയാം ഇതിന്റെ എന്താണ്? Q മിഡ് പോയിന്റ് ആയതുകൊണ്ടിട്ട് അപ്പൊ ആദ്യം ട്രയാങ്കിളിന്റെ പേര് എഴുതാം. ട്രയാങ്കിൾ COQവും ട്രയാങ്കിൾ AOQവും. ഓക്കെ. അപ്പൊ ഇതിലും നമുക്കറിയാം എന്താണ്? CQ ഈക്വൽ ടു AQ ആണ് അല്ലെ? CQ ഈക്വൽ ടു AQ ആണ്. അപ്പൊ ഇതിന്റെ COQയിലെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? ഈ COQയിലെ ഇതിന്റെ ബേസ് ഏതാണ്? CQ ഇൻറ്റു OQ വരും. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും?
ഹാഫ് ഇൻറ്റു ഇതിന്റെ ബേസ് എ ക്യു ഇൻറ്റു ഹൈറ്റ് ഒ ക്യു വരും. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കറിയാം ഇതിന് രണ്ടും വ്യത്യാസം ഏതാണ്? സി ക്യൂം എ ക്യൂം മാത്രമാണ്. പക്ഷെ സി ക്യൂം എ ക്യൂ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ആന്ന് പറയാം. ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ. അപ്പൊ ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയി. ഇനി അടുത്ത രണ്ട് ട്രയാങ്കിൾസ് ഇത് രണ്ടുമാണ്. അപ്പൊ ഈ ട്രയാങ്കിൾസിന്റെ പേര് ട്രയാങ്കിൾ എ ഒ ആറും ട്രയാങ്കിൾ ബി ഒ ആറും. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നമുക്കറിയാം ഇതിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ? അതായത് 6 മിഡ് പോയിന്റ് ആണ്. എ ആർ ഈക്വൽ ടു എന്താണ്? ബി ആർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയയും എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? എ ആർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഒ ആർ കിട്ടും. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിലെ ഏരിയയില് ഹാഫ് ഇൻറ്റു ബേസ് ബി ആർ ഇൻറ്റു ഒ ആർ കിട്ടും. ഇതിൽ എ ആറും ബി ആറും ഈക്വൽ ആണ്. അതുകൊണ്ടിട്ട് നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ആർ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഒ ആർ എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയി. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ. നമുക്ക് എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതെല്ലാം എടുക്കുന്നതിന് പകരം ഓരോ ട്രയാങ്കിളിന്റെ ഏരിയയും നമുക്ക് എക്സ്, അതായത് ഇത് ഈ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എക്സ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എക്സ് ആയിരിക്കും. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ് മാത്രം നമുക്ക് എടുത്താൽ മതി. ട്രയാങ്കിളും ബി ഒ പി സി ഒ പി എന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഇസഡ് ആണെങ്കിൽ ഇതും ഇസഡ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോണ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ്, വലിയ ട്രയാങ്കിൾ. അതായത് ട്രയാങ്കിൾ എ പി ബിയും ട്രയാങ്കിൾ എ പി സിയും. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ നോക്കുമ്പോൾ നമുക്കറിയാം എ പി ബിയിലെ ഏരിയ ഹാഫ് ബി എച്ച് ഏതാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? എ പി ബിയിലെ ബി പി ആണ്. ബി പി ഇൻറ്റു ഹൈറ്റ് ഏതാണ്? എ പി ആണ്. എ പി. ഓക്കെ, ഇനി ട്രയാങ്കിൾ എ പി സിയിലെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കാം. ഇതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? സി പി ആണ്. സി പി ഇൻറ്റു ഹൈറ്റ് ഏതാണ്? എ പി ആണ്. എ പി ആണ്. ഓക്കെ, അപ്പൊ ഇതിന് രണ്ടിനും വ്യത്യാസമായിട്ടുള്ളത് ഈ ബി പിയും ബി പിയും മാത്രവും, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പൊ ഇതിന് നമുക്കറിയാം ബി പിയും സി പിയും. അപ്പൊ ഇതിൽ നമുക്കറിയാം ബി പിയും സി പിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ബി പി ഈക്വൽ ടു സി പി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ഈ വലിയ ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കുഞ്ഞു കുഞ്ഞുള്ള ആ ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ കമ്പയർ ചെയ്യാം. അതായത് നമുക്കറിയാം ട്രയാങ്കിൾ എ പി ബിയിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇസഡ് പ്ലസ് എക്സ് ആണ്. അതായത് 2z പ്ലസ് എക്സ് ആണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ പി സിയിലെ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ ട്രയാങ്കിളിലെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y പ്ലസ് എക്സ് ആണ്. അതായത് 2y പ്ലസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അതായത് 2z പ്ലസ് എക്സും 2y പ്ലസ് എക്സും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കട്ട് ചെയ്ത് കളയാൻ, രണ്ട് സൈഡിലും എക്സ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഉണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? z ഈക്വൽ ടു y എന്ന് കിട്ടി അല്ലെ? അതായത് ഈ ട്രയാങ്കിൾസ് 4 എണ്ണവും ഈക്വൽ ആണെന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. z ഈക്വൽ ടു y എന്ന് കിട്ടിയപ്പോൾ z ഉം y ഉം ഒരേ ഏരിയ ആണെന്ന് കിട്ടിയപ്പോൾ
നമുക്ക് എന്ത് കിട്ടി? ഈ 4 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? എക്സ് കൂടി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് എക്സ് ഉള്ള ട്രയാങ്കിൾ നോക്കാം. അതായത് ട്രയാങ്കിൾ ബി ക്യു സിയും ഈ ട്രയാങ്കിൾ, അതിന് ഓപ്പോസിറ്റ് ഉള്ള ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ബി ക്യു എയും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. നോക്കാം, ഈ രണ്ട് ബി ക്യു സിന്റെ ഹൈറ്റ് ഏതാണ്? ഇതാണ് ബി ക്യു ആണ്. ബി ക്യു ആണ് ഹൈറ്റ്. ബി ക്യു എന്റെ ഹൈറ്റ് ഏതാണ്? അതിന്റെയും ബി ക്യു തന്നെയാണ്. ഇനി അടുത്തത് ബേസ് നോക്കാം. ബേസ് ഏതാണ്? ബി ക്യു സിന്റെ ബേസ് ഏതാണ്? സി ക്യു ആണ്. അതുപോലെ അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഈക്വൽ ആയി. ഇനി അടുത്തത് ബി ക്യുവിന്റെ ബേസ് ഏതാണ്? എ ക്യു ആണ്. അപ്പൊ ബി ക്യുവും സി ക്യുവും എ ക്യുവും ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലും ഉള്ള ചെറിയ ട്രയാങ്കിൾസ് ഏതാണെന്ന് നോക്കാം. ബി ക്യു സിയിലുള്ള ട്രയാങ്കിൾസിന്റെ കുഞ്ഞു ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ആണ്. ഇത് മൂന്നും ആണ് ബി ക്യു സിയിലത്. അടുത്തത് ബി ക്യു എയിലെ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ബി ക്യു എയിലെ സെഡ് പ്ലസ് വൈ ആണ്. ഓക്കെ, അപ്പൊ ഇതില് 2x പ്ലസ് വൈ ഈക്വൽ ടു 2z പ്ലസ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വൈയും വൈയും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട്? 2xും 2z ഉണ്ട്. 2ഉം 2ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. അതായത് എക്സും ഇസഡും ഈക്വൽ ആയി. ഇസഡും വൈയും ഈക്വൽ ആണ്. അപ്പൊ എക്സും ഇസഡും ഈക്വൽ ആയാലും നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു ഇസഡ് ആണെന്ന് പറയാം. അതായത് ഈ 6 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. In the picture below, the triangle is divided into 3 small triangles by joining the centroid to 3 vertices. Prove that all the 3 triangles have same area. ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമകേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. അപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ മീഡിയൻ ഡിവൈഡ് ചെയ്ത് 6 ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീഡിയൻ തന്നെയാണ്, നടുവരകൾ തന്നെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എത്ര ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ നമുക്ക് ഇതും ചെയ്യാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിനെ ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുക്കാം. അപ്പൊ ഈ നടുക്കത്തെ പോയിന്റ് എന്താണ്? സെൻട്രോയിഡ് ആണ്. അത് നമുക്ക് O എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എ എന്നുള്ള വേർട്ടെക്സിൽ നിന്ന് വരച്ചേക്കുന്ന മീഡിയനെ നമുക്ക് താഴെ നീട്ടി വരച്ച് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. ഇപ്പൊ നമുക്കറിയാം ബി പി എന്ന് പറയുന്നതും സി പി എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. ഇനി അടുത്തത് നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ബി ഒ പി എടുക്കാം. ഈ ട്രയാങ്കിൾ ബി ഒ പിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇതിന്റെ ഏരിയ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ മീഡിയൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് മീഡിയനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് മീഡിയനെ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് O എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സെൻട്രോയിഡ് ആണ്. അതായത് എ പി എന്ന് പറയുന്ന മീഡിയനെ O എന്ന് പറയുന്ന സെൻട്രോയിഡ് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് AO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 times OP ആണ് അല്ലെ? അതായത് ഈ ലൈനിനെ 3ആയിട്ട് ഡിവൈഡ് ഈക്വൽ 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗം എന്താണ്? സെൻട്രോയിഡിൽ നിന്ന് മിഡ് പോയിന്റിലോട്ട് ഒരു ഭാഗവും സെന്ററിൽ നിന്ന് വേർട്ടെക്സിലോട്ട് 2 ഭാഗവുമാണ്. ഓക്കെ, അപ്പൊ ഈക്വൽ പാർട്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ AO എന്ന് പറയുന്നത് എന്താണ്? 2
BOP ആണെന്ന് പറയാം. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ BOP നമ്മൾ എന്തെടുത്തു? എക്സ് എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ട്രയാങ്കിൾ BOPയുടെയും അടുത്തത് ഈ ട്രയാങ്കിൾ AOBയുടെയും ഏരിയ കമ്പയർ ചെയ്യാൻ പോണേണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഹാഫ് BH ആണെന്ന് അറിയാം. ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് BH ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് എന്താണ്? കോമൺ ആണ്. OB എന്ന് പറയുന്ന സൈഡ് എന്താണ്? കോമൺ ആണ്. അപ്പൊ ഈ OB എന്ന് പറയുന്ന ഈ സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കും? ബേസ് ആയിട്ട് എടുക്കാൻ പോണേണ്. അപ്പൊ ഹാഫ് BHല് ഹാഫ് ഇൻറ്റു ട്രയാങ്കിൾ BOPയില് ഈ ട്രയാങ്കിളില് ബേസ് ഏതാണ്? OB ആണ്. ഇൻറ്റു ഹൈറ്റ് ഏതാണ്? OP ആണ്. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയയില് ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെ ഏരിയയും നമുക്ക് ഏതാണ്? ബേസ് OB ആയിട്ട് എടുക്കാം. അപ്പോ OB ഇൻറ്റു, അതായത് ഈ സൈഡ് രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബേസ് നമ്മൾ OB ആയിട്ട് എടുത്തു. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഈക്വൽ ആക്കാൻ പറ്റുള്ളൂ. ഇനി AOBയുടെ ഹൈറ്റ് എന്താണ്? AO ആണ് അല്ലെ. അപ്പൊ ഇതില് നമുക്കറിയാം AO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ടൈംസ് OP ആണ്. അപ്പൊ AOക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2OP എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയി. കൂടുതലായിട്ട് ഒരു 2 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് എന്താണ്? 2 കൂടുതലാണ് അല്ലെ. 2 ടൈംസ് ഏതാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ BOP ആണ്. ഓക്കെ, അതായത് ഇത് ഈ ട്രയാങ്കിളിന്റെ 2 ടൈംസ് ആണ് എന്ത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എക്സ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് കിട്ടും? 2x കിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഇത് മീഡിയൻ ആയതുകൊണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും എന്താണ്? ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്, ബേസ് ഏതാണ്? ഇത് രണ്ടുമാണ് ബേസ്. ഈ രണ്ട് ബേസും എന്താണ്? ഈ രണ്ട് ലെങ്ത്തും എന്താണ്? ഈക്വൽ ആയതുകൊണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? BOP ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ COP ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ COPയും ട്രയാങ്കിൾ AOCയും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രയാങ്കിളിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിലും കോമൺ സൈഡ് ഉണ്ട്. ഏതാണ്? OC ഉണ്ട് അല്ലെ. അപ്പൊ ഈ OC എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം? രണ്ടിലെയും ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലെയും ബേസ് സെയിം ആയി. ഇനി ഹൈറ്റ് എങ്ങനെയായിരിക്കും? ട്രയാങ്കിൾ COPയുടെ ഹൈറ്റ് ഏതാണ്? OP ആണ്. AOCയുടെ ഹൈറ്റ് ഏതാണ്? AOCയുടെ ഹൈറ്റ് AO ആണ് അല്ലെ. ഇതിലും നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ COPയുടെ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു OC ഇൻറ്റു OP ആണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ AOCയുടെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു OC തന്നെയാണ് ബേസ് ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും? AO ആണ്. AO എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് OP ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? 2OP കൊടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു OC ഇൻറ്റു 2OP കിട്ടും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഏരിയ എന്ത്? ഈക്വൽ കിട്ടി. എന്താണ് കൂടുതലുള്ളത്? ഒരു 2 കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? ഇതിന്റെ റേഷ്യോ എന്താണ്? 1:2 ആണ്. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 2x ആയിരിക്കും. ഇപ്പൊ എല്ലാത്തിന്റെയും ഏരിയ ഈക്വൽ ആയി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ട്രയാങ്കിൾ AOBയുടെ ഏരിയ എത്ര കിട്ടി? 2x കിട്ടി. ട്രയാങ്കിൾ AOCയുടെ ഏരിയ എത്ര കിട്ടി? 2x കിട്ടി. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ ഏതാണ്?
ട്രയാങ്കിൾ BOC ആണ്, അതിൻ്റെ എന്താണ് x+x ആണ്, 2x കിട്ടി. ഇത് രണ്ടും x ആണ്, അപ്പൊ x+x കഴിയുമ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? 2x കിട്ടും. അപ്പൊ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. In the picture below, the midpoints of the sides of blue triangle are joined to make the smaller green triangle. The red lines is a median of the large triangle. First question, prove that this median bisect the top side of the small triangle. ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ഒരു ചെറിയ പച്ച ത്രികോണം വരച്ചിരിക്കുന്നത്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ നടുവര ചെറിയ ത്രികോണത്തിന്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. അതായത് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, ഈ വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്ത് ഒരു ചെറിയ ട്രയാങ്കിൾ വരച്ചു. അപ്പൊ ഈ ട്രയാങ്കിൾ നമുക്ക് ABC എന്ന് കൊടുക്കാം. അതിനുശേഷം A എന്ന് പറയുന്ന വേർട്ടെക്സ് ചെയ്യുന്നു ഒരു മീഡിയൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് PQR എന്ന് കൊടുക്കാം. ഇത് ഇവിടെ ലൈന് O എന്ന് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഈ Pയും Qയും Rഉം മിഡ് പോയിന്റ്സ് ആയിരുന്നു. നമുക്കറിയാം ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് പഠിച്ചു. ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈന് മൂന്നാമത്തെ ലൈനിന് പാരലൽ ആയിരിക്കും. കൂടാതെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് കിട്ടിയ എല്ലാ ക്വാഡ്രിലാറ്ററൽസും എന്തായിരിക്കും? നമ്മൾ പഠിച്ചതെല്ലാം പ്രൂവ് ചെയ്തതെല്ലാം പാരലോഗ്രാം ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ Pയും Qയും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്. ഈ PQ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഈ ക്വാഡ്രിലാറ്ററൽ APRQ അതെന്താണത്? ഒരു പാരലോഗ്രാം ആണ്, സാമാന്തരികമാണ്. ഓക്കെ, മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടിയ ക്വാഡ്രിലാറ്ററൽ ആയത് കാരണം APRQ സാമാന്തരികമാണ് എന്ന് നമുക്ക് അറിയാം. നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? പാരലോഗ്രാമിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താണ്? പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്തതായിരിക്കും. അതായത് ഇത് O ആണെങ്കിൽ, ഈ സെന്റർ O ആണെങ്കിൽ O എന്ന് പറയുന്നത് ഈ ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. അതാണ് ബൈസെക്ട് ചെയ്തതെന്ന് നമ്മൾ ഇത്ര നാളും പഠിച്ചത്, സമഭാഗം ചെയ്യുന്നു എന്ന് പഠിച്ചത്. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ രണ്ട് ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇതൊരു പാരലോഗ്രാം ആണെങ്കിൽ ഈ O എന്ന് പറയുന്നത് എന്താണ്? ഒരു മിഡ് പോയിന്റ് ആണ്. ഏത്? ഈ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമുക്കിതിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ മീഡിയൻ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ടോപ്പ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് സമഭാഗം ചെയ്യുന്നു എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് OP ഈക്വൽ ടു OQ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. O എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു സാമാന്തരികമാണെങ്കിൽ, പാരലോഗ്രാം ആണെങ്കിൽ നമുക്കറിയാം O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിഡ് പോയിന്റ് ആണ്. കാരണം എന്താണ്? ഈ AR എന്ന് പറയുന്നതും PQ എന്ന് പറയുന്നതും ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണ്. ആ ഡയഗണൽസ് എന്താണ്? എപ്പോഴും ബൈസെക്ട് ഈച്ചതർ ആയിരിക്കും. എന്തിന്റെ? ഒരു പാരലോഗ്രാമിന്റെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? OP എന്ന് പറയുന്നത് എന്താണ്? OQ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. ഇനി അതിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ സെയിം. വലിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെയും മധ്യമ കേന്ദ്രമാണെന്ന് തെളിയിക്കുക. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഈ ക്വാഡ്രിലാറ്ററൽ APRQ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? PQ ഈക്വൽ ടു OP ഈക്വൽ ടു OQ എന്ന് കിട്ടി.
ഇനി ഇതിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ 3 വേർട്ടിസസിൽ നിന്ന് മിഡ് പോയിന്റ് വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻട്രോയിഡ് കിട്ടും അല്ലെ? സെൻട്രോയിഡ് കിട്ടും. അപ്പൊ ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്? മീഡിയൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ ആറും പിന്നെ ബി ക്യൂവും പിന്നെ പി സിയും എന്താണ്? മീഡിയൻ ആണ് അല്ലെ? നടുവരകളാണ്. ഇനി നമുക്ക് എന്ത് കിട്ടി? സെൻട്രോയിഡ് കിട്ടി അല്ലെ? ഈ സെൻട്രോയിഡ് നമുക്ക് എസ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ബി സി എന്നുള്ള ഈ 3 ലൈൻസിന്റെയും 3 മീഡിയൻസിന്റെയും സെന്റർ ആണ്. ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ സെയിം സെൻട്രോയിഡ് തന്നെയാണ് ചെറിയ ട്രയാങ്കിളിനും ഉള്ളത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ചെറിയ ട്രയാങ്കിൾ ഈ സെൻട്രോയിഡ് വലിയ ട്രയാങ്കിളിന്റെയും ചെറിയ ട്രയാങ്കിളിന്റെയും കൂടി സെൻട്രോയിഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു ഒ പി ഈക്വൽ ടു ഒ ക്യു ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അതുപോലെ തന്നെ അപ്പൊ ഈ ക്വാഡ്രിലാറ്ററൽ ഏതെടുത്തപ്പോൾ? എ പി ആർ ക്യു എടുത്തപ്പോൾ. ഇനി അടുത്തത് നമുക്ക് ബിന്റെ അവിടുത്തെ ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെങ്കിലോ? അപ്പൊ നമുക്ക് ഇത് സെൻട്രോയിഡ് ആവണോന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ? മീഡിയൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതിന്റെ ലൈൻസ്, ഇതിൽ കൂടി പോയിരിക്കുന്ന ലൈൻസ് എല്ലാം എന്താണ്? മീഡിയൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോയിന്റ്സിന് പേര് കൊടുക്കാം. ഇവിടെയുള്ള പോയിന്റ് എം എന്ന് കൊടുക്കാം, ഇവിടെയുള്ള പോയിന്റ് എൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ സെന്ററിൽ എന്തെടുത്തു? എമ്മും എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മീഡിയൻ ആണെങ്കിൽ, ഇത് സെൻട്രോയിഡ് ആണെങ്കിൽ, അതായത് ഈ 3 ലൈൻസും എന്തായിരിക്കണം? മീഡിയൻ ആയിരിക്കണം. അതായത് ഒ പി ഈക്വൽ ടു ഒ ക്യു ആവണം. അതുപോലെ തന്നെ പി എം ഈക്വൽ ടു എം ആർ ആവണം. അതുപോലെ തന്നെ ക്യു എൻ ഈക്വൽ ടു എൻ ആർ ആവണം. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ ട്രയാങ്കിൾ എടുത്തപ്പോൾ നമുക്ക് എന്തുകൊണ്ടിട്ടാണ് ഇത് സെൻട്രോയിഡ് ആയത്? ഈ രണ്ട് ട്രയാങ്കിളിന്റെ, ഈ വലിയ ട്രയാങ്കിളിന്റെ പിയും ക്യൂവും ആറും മിഡ് പോയിന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിട്ടാണ് ഇത് സെൻട്രോയിഡ് ആയത്. ഇനി ചെറിയ ട്രയാങ്കിളിന്റെ എമ്മും എന്നും ഒയും മിഡ് പോയിന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും ചെറിയ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആണെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്തിട്ട്? എ പി ആർ ക്യൂ എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. അടുത്തത് അതേപോലെ തന്നെ അടുത്ത ക്വാഡ്രിലാറ്ററല് ബി പി എസ് ആർ എടുത്താല് അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സെയിം തന്നെ എന്താണ്? മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ള പിയും ആറും എന്താണ്? ഇതിലെ മിഡ് പോയിന്റ്സ് ആണ്. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഇവിടെയും എന്താണ്? പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണ് ഇത് രണ്ടും. ആ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ, നേരത്തെ ആൻസറിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം എന്തായിരിക്കും? ഇവിടെയും ആയിരിക്കും അല്ലെ? ഇത് എന്താണ്? ബൈസെക്ട് ഈച്ച് അതർ ആണ്. അതുകൊണ്ടിട്ട് പി എം ഇസ് ഈക്വൽ ടു എന്താണ്? എം ആർ ആണ്. അതുപോലെ തന്നെ ഇവിടത്തെ ക്വാഡ്രിലാറ്ററൽ ഏതാണ്? സി ക്യു പി ആർ എടുക്കണമെങ്കിൽ ഇവിടെയും എന്താണ്? ക്യൂവും ആറും മിഡ് പോയിന്റ്സ് ആണ്. അത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് എന്ത്? ക്യൂ ആറ്. അത് ജോയിൻ ചെയ്ത് കിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്? പാരലോഗ്രാം ആണ്. ആ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണ് ഇത് രണ്ടും. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. അതുകൊണ്ടിട്ട് എൻ എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. ഇതാണ് കൂട്ടിമുട്ടുന്ന ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് എൻ ആണ്. ഈ എൻ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ടിട്ട് ക്യു എൻ ഈക്വൽ ടു എൻ ആർ ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിട്ട് ഇതിൽ കൂടി പോകുന്ന ഈ 3 മീഡിയൻസ്, ഇത് 3 മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഈ മിഡ് പോയിന്റിൽ കൂടി പോകുന്ന ലൈൻ എന്താണ്? മീഡിയൻ ആണ്. മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? സെൻട്രോയിഡ് ആണെന്ന് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ വലിയ ട്രയാങ്കിളിന്റെ 3 മീഡിയൻസ് ഏതാണ്? എ ആറും ബി ക്യൂവും പി സിയും ഏത്? എസ്സിൽ കൂടി കടന്നു പോകുന്നു. അത് വലിയ, അപ്പൊ അതുകൊണ്ട് എസ് എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആണ്. ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഏതൊക്കെയാണ്? ക്യു എമ്മും പി എന്നും ആർ ഒയും. അതും എന്താണ്? എസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ എസ് എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിന്റെയും മീഡിയൻ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന്
പ്രൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ H is the orthocenter of triangle ABC. Prove that A is the orthocenter of triangle HBC. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ ലംബകേന്ദ്രമാണ് എച്ച്, എച്ച് ബി സി എന്ന ത്രികോണത്തിന്റെ ലംബകേന്ദ്രം എ ആണെന്ന് തെളിയിക്കുക. അതായത് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോ സെന്റർ ആണെന്ന് അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മളൊരു ട്രയാങ്കിൾ വരക്കുമ്പോൾ ഇപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ ആണ്, അതിൽ നിന്ന് 3 വേർട്ടിസസ് ചെയ്യുന്നു എന്ത് വരക്കും? ഓൾട്ടിറ്റ്യൂഡ്സ് വരക്കുമ്പോഴാണ് എന്ത് സെന്റർ ഓർത്തോ സെന്റർ ആവുന്നത്. അതായത് ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ 3 വേർട്ടിസസ് ചെയ്യുന്നു എന്ത് വരക്കണം? നമ്മള് ഓൾട്ടിറ്റ്യൂഡ്സ് വരക്കണം, അപ്പോഴാണ് ഓർത്തോ സെന്റർ ആവുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്താണ്? എ ബി സി എന്ന് വരക്കുന്ന 3 ഓൾട്ടിറ്റ്യൂഡ്സിന്റെ സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്? എച്ച്, ഓർത്തോ സെന്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഇത് എച്ച് ആണെങ്കിൽ അപ്പൊ ഈ ട്രയാങ്കിൾ എ ബി സിയില് എ എച്ച് എന്ന് പറയുന്നത്, ഈ എ എച്ച് എന്ന് പറയുന്ന ലൈന് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഈ എ എച്ച് എന്ന് പറയുന്ന ലൈന് ഈ ബി സിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതുകൂടാതെ ബി എച്ച് എന്ന് പറയുന്ന ലൈന്, ഈ ബി എച്ച് എന്ന് പറയുന്ന ലൈന് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ സി എച്ച് എന്ന് പറയുന്ന ലൈന് എ വിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 ആണ് ട്രയാങ്കിൾ എ ബി സിയിലെ ഓൾട്ടിറ്റ്യൂഡ്. ഇനി അടുത്തത് നമ്മൾ ട്രയാങ്കിൾ എച്ച് ബി സി എടുക്കണമെങ്കിൽ ഈ ട്രയാങ്കിൾ എച്ച് ബി സിയിലെ 3 വേർട്ടിസസ് ഏതൊക്കെയാണ്? എച്ചും ബിയും സിയും ആണ്. ഓക്കെ, അപ്പൊ ഈ 3 വേർട്ടിസസിൽ നിന്നും എന്താണ് പോകുന്ന ലൈൻസ് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കണം. അപ്പോൾ ബിന്ന് പോകുന്ന ഓൾട്ടിറ്റ്യൂഡ് ആണ് എന്ത്? ബി എ എന്ന് പറയുന്നത്. ബിന്ന് പോകുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്? ബി എ. ഇതാണ് സിന്ന് പോകുന്ന ലൈനാണ് സി എ. ഇനി അടുത്തത് നമ്മൾ എ എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ 3 ചെറിയ ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് ആണ് ബിയും എച്ചും സിയും. അപ്പൊ ബിന്ന് പോകുന്ന ലൈനാണിത്, സിന്ന് പോകുന്ന ലൈനാണിത്. ഇനി എന്താണ്? എച്ച് എന്ന് പോകുന്ന ലൈൻ. ഇത് ഈ 3 ലൈൻസും എന്താണ്? ഓൾട്ടിറ്റ്യൂഡ്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ട്രയാങ്കിൾ എച്ച് ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് പറയാം ഈ എ എച്ച് എന്ന് പറയുന്ന ലൈന് എന്താണ്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. എച്ച് എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ബി സി ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എച്ച് എന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എ എച്ച് ഇത് ഏതാണ്? ഇതെന്താണ്? ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്. എ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ ഇതിൽ നിന്ന് കണ്ടതാണ്. അപ്പൊ ഈ എ എച്ച് എന്നുള്ള ലൈന് എന്താണ്? എയിൽ കൂടി പോകുന്ന ഈ ലൈൻ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പൊ എ എച്ച് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയത് കാരണം എച്ച് എന്നുള്ള ലൈന് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എയിലോട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എച്ചിന്ന് എയിലോട്ടുള്ളതും ബിന്ന് എയിലോട്ടുള്ളതും സിന്ന് എയിലോട്ടുള്ള ലൈൻസും ആണ്. അപ്പൊ എച്ചിന്ന് എയിലോട്ടുള്ള ലൈൻ സെഗ്മെന്റ് ആണ് എച്ച് എന്നുള്ളത്. അപ്പൊ ആ എച്ച് എ ഓൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് കിട്ടി, കാരണം എച്ച് എന്നുള്ളത് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയത് കാരണം. ഇനി അടുത്തത് നമ്മൾ ബി എന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എച്ച് സി ആണ്. അപ്പൊ ഈ എച്ച് സിന്റെ നമുക്ക് ഓൾറെഡി അറിയാം, ഈ എച്ച് സി എച്ച് എന്നുള്ള ലൈന് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സി എച്ച് എന്നുള്ള ലൈന് നമ്മൾ നേരത്തെ എടുത്തു എ ബിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ബിന്റെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് സി ആയത് കാരണമാണ്
എന്ത് CH ആയത് കാരണമാണ് നമ്മൾ എന്ത് CH എന്നുള്ള ലൈൻ എടുക്കുന്നത്. അപ്പൊ CH നമ്മൾ നേരത്തെ പറഞ്ഞു AB-ക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയത് കാരണം ബിന്ന് എയിലോട്ടുള്ള ലൈന് എന്താന്ന് പറയാം, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് പറയാം. BA എന്ന് പറയുന്ന ലൈൻ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് സി എന്നുള്ള ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ അതുപോലത്തെ തന്നെ സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എന്ത്, HB. അപ്പൊ നമ്മൾ നേരത്തെ HB എന്താണ്, BH AC-ക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു അല്ലെ. BH എന്ന് പറയുന്നത് എന്താണ്, AC-ക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. അതായത് സി എന്ന് പറയുന്നത്, സിന്ന് പോകുന്ന ലൈന്, സിന്ന് എയിലോട്ട് പോകുന്ന ലൈന് എന്താണ്, ഇത് പെർപെൻഡിക്കുലർ ആയത് കാരണം ഇതെന്താണ്, സിന്ന് എയിലോട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. CAയും എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ മൂന്ന് വേർട്ടിസസിൽ നിന്നും പോകുന്ന ഓൾട്ടിറ്റ്യൂഡ്സ് എയിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് എ എന്താണ്, ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയേണ്ടത് മൂന്ന് വേർട്ടിസസിൽ നിന്നും പോകുന്ന ലൈൻസ് ഓൾട്ടിറ്റ്യൂഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമുക്കറിയാം ഓർത്തോ സെന്റർ ആണോ എന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് വേർട്ടിസസ്, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ ABC എടുത്തു. എന്റെ മൂന്ന് വേർട്ടിസസ് ഏതൊക്കെയാണ്, എയും ബിയും സിയും. അതിൽ നിന്ന് മൂന്ന് ലൈൻസ് പോകുന്നുണ്ട്. ആ മൂന്ന് ലൈൻസും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആയത് കാരണം H എന്ന് പറയുന്നത് എന്താണ്, ABCയുടെ ഓർത്തോ സെന്റർ ആണ്. അതുകൂടാതെ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൂന്ന് വേർട്ടിസസ് H എന്നും B എന്നും C എന്നും പോകുന്ന മൂന്ന് ലൈൻസ്, അതായത് H എന്ന് പോകുന്ന ലൈനാണ് HA, അതെന്താണ്, BCക്ക് പെർപെൻഡിക്കുലർ ആണ്. അത് അപ്പോൾ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HA എന്നുള്ള ലൈൻ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുകൂടാതെ B എന്ന് പോകുന്ന, അടുത്ത വേർട്ടെക്സ് ഏതാണ്, B ആണ്. B എന്ന് പോകുന്ന ലൈനാണ് BA. ഈ BA എന്നുള്ള ലൈന് ഏതിന് പെർപെൻഡിക്കുലർ ആണ്, CHന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് CHന് പെർപെൻഡിക്കുലർ ആയത് കാരണം ബിന്ന് എയിലോട്ട് പോകുന്ന ലൈൻ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതായത് അടുത്തത് മൂന്നാമത്തെ വേർട്ടെക്സ് ഏതാണ്, C ആണ്. HBCയുടെ മൂന്നാമത്തെ വേർട്ടെക്സ് C ആണ്. അതിൽ കൂടി പോകുന്ന എയിലോട്ട് പോകുന്ന ലൈൻ ഏതാണ്, CA ആണ്. CA എന്നുള്ള ലൈന് ഏതിന് പെർപെൻഡിക്കുലർ ആണ്, HBക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ CA HBക്ക് പെർപെൻഡിക്കുലർ ആയത് കാരണം സിന്ന് എയിലോട്ടുള്ള ലൈൻ എന്താന്ന് പറയാം, ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് പറയാം. ഈ മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സും എയിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് എ എന്താണ്, ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം.